ആണോ സമീറ? ആണോ? 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 മനസ്സിലായോ? എനിക്ക് ഇന്ന് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളികയുണ്ട്, ഒരു 10ഓളം ഉറക്ക ഗുളികയുണ്ട്. ഞാനതിപ്പോ കുടിച്ചിട്ട് ഞാനിപ്പോ ലൈവ് കയറും. ആണോ സമീറ? ആണോ? 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 നീ എന്നെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുക. എന്നെ വീണ്ടും ഇവിടെ വന്ന് എന്നെ ചൊറിഞ്ഞതാണേ സമീറ, ചൊറിഞ്ഞതാണേ. നീ ഇപ്പൊ ഇവിടെ വന്ന് നാടൻ കളിക്കാന്ന് നീ എന്താ പറഞ്ഞ? എന്നെയും സുന്ദരിച്ചിയെ നമ്മൾ തെറ്റിച്ചപ്പോ നിനക്ക് സമ്മതം എല്ലാ രീതിയിലും. എല്ലാം ഞാൻ ചത്തില്ല, ഇപ്പൊ ചാവും കേട്ടോ. എല്ലാത്തിനൊരു പരിധിയുണ്ട്. 4 വശത്തുനിന്നും കൂടെ എന്നെ ഇട്ട് കുത്തുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. മനസ്സിലായോ? എനിക്ക് ഇന്ന് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളികയുണ്ട്, ഒരു 10ഓളം ഉറക്ക ഗുളികയുണ്ട്. ഞാനതിപ്പോ കുടിച്ചിട്ട് ഞാനിപ്പോ ലൈവ് കയറും. ലൈവ് കയറിയിട്ട് ഞാൻ ഇനി വാ തുറക്കില്ലാന്ന് പറഞ്ഞ എല്ലാരും എന്നോട് ക്ഷമിക്കാൻ പറയും. പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു പെണ്ണെന്നതില് എന്റെ മാനസികമായിട്ട് വല്ലാത്ത രീതി തളർത്താണ് വൈഗ, സമീറ, സനു. ഞാൻ ഇവരെ 3 പേരും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട വ്യക്തിയുടെ പേര് തനൂജ എന്നാണ്. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും. ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു തനൂജ എന്ന് പറയുന്നത്. തനൂജ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്ന ജിനു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ജിനു ഭയങ്കരമായിട്ട് കോമഡി സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ ഷോയിലൊക്കെ പങ്കെടുത്തൊരു കൊമേഡിയനൊക്കെയാണ്. ഇവർ തമ്മിലുള്ള കുറേ ഇഷ്യൂസ് 1 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ എന്താ പറയുക, പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ജിനു എന്ന് പറഞ്ഞ വ്യക്തി വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇവർ തമ്മിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളും 1 വർഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് തന്നെയാണ് ഇവരെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ വീഡിയോസ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട്. ആദ്യമേ ഈ ഒരു ധനൂജ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഭർത്താവായിട്ടുണ്ടായിരുന്ന ആ ഒരു ജിനുവിനെ കുറ്റം പറയും. അതുപോലെ തന്നെ ആ ഒരു ഇപ്പോൾ കല്യാണം കഴിച്ച ആ ഒരു പെണ്ണിനെ കുറ്റം പറയും. അവർ രണ്ടുപേരും വീഡിയോയിൽ വന്നിരുന്ന ഈ ഒരു തനൂജയെ കുറ്റം പറയും. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഇവരെ ഈ ഒരു യൂട്യൂബ് ചാനൽ ലൈവിൽ വന്നിട്ട് ഇതുപോലെ ഉറക്ക ഗുളിക കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ആ ഒരു വീഡിയോ നിങ്ങൾ ലൈവിൽ നിങ്ങൾ കണ്ട ഫസ്റ്റ് ക്ലിപ്പ് എടുത്ത് നോക്കി കാണാം. ഏതോ ഒരു വ്യക്തി ഇതിനകത്ത് വന്നിരുന്ന് പറയുന്നുണ്ട് ചെയ്യാൻ, അതായത് കമൻറ്റ് പോലെ ഇട്ടിട്ടുണ്ട് ചെയ്യാൻ പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ ഈ ഒരു തനുജയുണ്ട് കയ്യിലിരുന്ന ഉറക്ക ഗുളിക എടുത്ത് വായിലിരുന്നു. അതിനുശേഷം വീഡിയോയിലിരുന്ന് പറഞ്ഞ കാര്യമാണ് ഈ ഒരു 3 സ്ത്രീകളെ പേര് പറയുന്നത്. ഇവർ കാരണമാണ് ഞാനിത് ചെയ്യുന്നത്, എന്നെ പ്രൊവോക്ക് ചെയ്യുന്നു. ഇപ്പം വീഡിയോയിൽ വന്ന് എന്നെ കമൻറ്റ് ഇട്ടേക്കുന്നു, ഇതേ കണക്ക് എൻ്റെ അടുത്ത് ഇത് കഴിക്കാൻ വേണ്ടി ഇതുപോലത്തുള്ള ഓരോ ഇഷ്യൂസ് പറഞ്ഞ് ഓരോ ദിവസം ഒരു വീഡിയോ ഇടുന്നുണ്ട്. 1 വർഷത്തിലധികമായിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ ആത്മഹത്യയുടെ കാര്യം എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു മോളുണ്ട്, ആ ഒരു മോളുടെ കാര്യം ശ്രദ്ധിക്കുക. അവർക്ക് വേറെ ആരാണുള്ളത്, ആരും ആത്മഹത്യ ചെയ്യാനോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സംസാരിച്ച് തീർക്കാൻ നോക്കുക. അല്ലാതെ വീഡിയോ ഇട്ട് നാട്ടുകാരെ അറിയിക്കുകയല്ല വേണ്ടത്. ഇത് 1 വർഷമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മോൾക്ക് ആരാണോ ഉള്ളതെന്ന് അറിയാൻ പറ്റുന്നില്ല. അവരത് ചിന്തിക്കുന്നതോ ഒന്നും തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ. സോ ഇവരെ കുട്ടിയുടെ കാര്യം ഓർത്തിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നതാണ്. കാരണം അവർക്ക് ആ ഒരു കുട്ടിക്ക് ഇനി വെളിയിറങ്ങി നടക്കേണ്ട കാര്യങ്ങളൊക്കെ, ഇനി സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോഴത്തേന് ഈ ഒരു കുട്ടി വെളിയിലൊക്കെ പോകുന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും ചോദിക്കും. അതുപോലെ തന്നെ ഇത് ഭയങ്കരമായിട്ട് ആ ഒരു കുട്ടി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ ഇത് നല്ല രീതിയിൽ ആ ഒരു കുട്ടിക്ക് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മാത്രം ഓരോന്ന് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.